എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 22 ശ്ലോകം 29, 30, 31, 32, 33, 34, 35, 36, 37 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 29, 30, 31 3 ശ്ലോകത്തിന്റെയും കൂടി അർത്ഥം ഒന്നിച്ചാണ് പറയുന്നത്. യുധിഷ്ഠിരാൽ പ്രതിവിന്ധ്യ ശ്രുതസേനോ വൃകോദരാൽ അർജുനാൽ ശ്രുതകീർത്തിസ്തു ശതാനീകസു നാകുലി സഹദേവസുതോ രാജൻ ശ്രുതകർമാ തഥാ പരേ യുധിഷ്ഠിരാതു പൗരവ്യാം ദേവകോഥ ഖഡോൽക്കജ ഭീമസേനാദ് ഹിഡുംബായാം കാള്യാം സർവഗതസ്തദാ സഹദേവാൽ സുഹോത്രം തു വിജയാസൂത പാർവതി. യുധിഷ്ഠിരാദികളുടെ മറ്റു ഭാര്യമാരില് അവർക്കുണ്ടായ സന്താനങ്ങളെ പറ്റി പറയണം. യുധിഷ്ഠിരിൽ നിന്ന് പ്രതിവിന്ധ്യനും വൃകോദരന്റെ പുത്രൻ ശ്രുതസേനനും അർജുനന്റെ പുത്രൻ ശ്രുതകീർത്തിയും നകുലനിൽ നിന്ന് ശതാനീകനും സഹദേവനിൽ നിന്ന് ശ്രുതകർമാവും ഉണ്ടായി. ഹേ രാജൻ, അവർക്ക് ഇതുകൂടാതെയും ചില പുത്രന്മാര് ഉണ്ടായി. യുധിഷ്ഠിര പത്നിയായ പൗരവിയില് ദേവകൻ എന്നൊരു മകൻ യുധിഷ്ഠിരനുണ്ടായി. ഭീമസേനന്റെ ഭാര്യയായ ഹിഡിംബിയിൽ ഘടോൽക്കജൻ എന്നൊരു പുത്രൻ ഭീമസേനുണ്ടായി. കാളി എന്നുപേരായ മറ്റൊരു ഭാര്യയില് സർവഗതൻ എന്നൊരു പുത്രനുണ്ടായി. പർവ്വതപുത്രിയായ വിജയയില് സഹദേവന് സുഹോത്രൻ എന്നുപേരായ ഒരു പുത്രനും ഉണ്ടായി. കരേണുമത്യാം നകുലോ വീരമിത്രം തഥാ അർജുന ഇരാവന്തമുലൂപ്യാം വൈ സുതായാം ബഭ്രുവാഹനം മണിപൂരപദേ സോപി തൽപുത്ര പുത്രികാസുത. കരേണുമതി എന്നുപേരായ ഭാര്യയില് നകുലന് വീരമിത്രൻ എന്നുപേരായ ഒരു പുത്രനുണ്ടായി. അർജുനന് ഉലൂപി എന്നുപേരായ നാഗകന്യകയില് ഇരാവാൻ എന്നൊരു പുത്രനുണ്ടായി. മണിപൂരം എന്ന ദേശങ്ങളുടെ അധിപനായ ചിത്രാംഗതന്റെ പുത്രിയായ ചിത്രാംഗതയില് ബഭ്രുവാഹനൻ എന്നൊരു പുത്രൻ ഉണ്ടായി അർജുനന്. ബഭ്രുവാഹനൻ അർജുനന്റെ പുത്രനായിട്ട് ജനിച്ചു വെച്ചാലും ചിത്രാംഗതന്റെ പുത്രനായിട്ട് തന്നെ ഇരുന്നു. അദ്ദേഹം പുത്രിയെ അർജുനന് നൽകുമ്പോ ഒരു കരാറ് വെച്ചു. അതുകൊണ്ടാണ് അപ്രാതൃകാം പ്രദാസ്യാമി തുഭ്യം കന്യാം അലങ്കൃതാം അസ്യാം യോജായതേ പുത്ര സമേ പുത്രോ ഭവിഷ്യതി. ഇവളിൽ നിന്ന് നിനക്ക് ഉത്ഭവിക്കുന്ന പുത്രനെ എനിക്ക് നൽകണം എന്നുള്ള നിശ്ചയത്തോടു കൂടി ചെയ്യുന്ന കന്യാദാനത്തിന് പുത്രികാധർമ്മം എന്നു പേർ. അതായത് സ്മൃതിയുടെ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്: സഹോദരനില്ലാതെ ഇരിക്കുന്ന ഈ കന്യകയെ അലങ്കരിച്ച് ഞാൻ നിനക്ക് തരണു. ഇവളിൽ നിനക്ക് ജനിക്കുന്ന പുത്രൻ എന്റെ പുത്രനായിരിക്കണം എന്നാണ് ആ കന്യാദാന സമയത്ത് ചെയ്യുന്ന നിശ്ചയം. പിന്നെ ശ്രീ ശുഖബ്രഹ്മർഷി പറയണു: തവതാദ സുഭദ്രായാം അഭിമന്യുരജായത സർവാതിരഥജിൽ വീര ഉത്തരായാം തതോ ഭവാൻ. അങ്ങയുടെ പിതാവായ അഭിമന്യു അർജുനനിൽ നിന്ന് സുഭദ്രയിൽ ജനിച്ച പുത്രനാണ്. അദ്ദേഹം അതിരഥന്മാരായ സർവരെയും ജയിക്കുന്ന വീരനായിരുന്നു. അഭിമന്യുവിൽ നിന്ന് ഉത്തരയിൽ മഹാരാജാവേ അവിടുന്ന് ജനിച്ചു, ഭവാൻ ജനിച്ചു. പരീക്ഷീണേഷു കുരുഷു ദ്രൗണേർ ബ്രഹ്മാസ്ത്ര തേജസാ ത്വഞ്ച കൃഷ്ണാനുഭാവേന സജീവോ മോചിതോന്തകാൽ. ദുര്യോധനാദികളായ കുരുക്കള് യുദ്ധത്തിൽ നശിച്ചപ്പോ ക്രുദ്ധനായ ദ്രോണപുത്രൻ അശ്വത്ഥാമാവ് പ്രയോഗിച്ച ആ ബ്രഹ്മാസ്ത്ര തേജസ്സിനാൽ ദഹിപ്പിക്കപ്പെടുന്ന ഭവാൻ ആ ശ്രീ ഭഗവാന്റെ മഹാത്മ്യത്താൽ കാരുണ്യത്താൽ അന്തകനിൽ നിന്ന് ജീവനാശം വരാത്ത വിധം മോചിപ്പിക്കപ്പെട്ടു. അങ്ങനെ രക്ഷിച്ചില്ലേ ഭഗവാൻ എന്ന് പറയണം. തവേ മേ തനയാസ്താദ ജനമേ ജയപൂർവക ശ്രുതസേനോ ഭീമസേന ഉഗ്രസേനശ്ച വീര്യവാൻ. ഹേ വത്സ, അങ്ങയുടെ പുത്രന്മാരാണല്ലോ ജനമേജയൻ, ശ്രുതസേനൻ, ഭീമസേനൻ, വീര്യവാനായ ഉഗ്രസേനൻ എന്നീ 4 പേര് എന്ന് പറയുന്നു. ജനമേജയസ്ത്വാം വിദിത്വാ തക്ഷകാന്നിധനം ഗതം സർപ്പാൻ വൈ സർപ്പയാഗാഗ്നൗ സഹോഷ്യതി രുഷാന്വിത. അവരിൽ മൂത്തപുത്രനായ ജനമേജയന്റെ ഭാവി ചരിത്രം പറയാം. ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോണ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ശ്രീ ശിവബ്രഹ്മർഷി പറയണു, കേട്ടോളൂ. അങ്ങയുടെ മരണത്തിന് കാരണം തക്ഷകനാണെന്ന് അറിഞ്ഞിട്ട് ക്രുദ്ധനായ ജനമേജയൻ സർപ്പയാഗാഗ്നിയില് സർപ്പങ്ങളെ
ഭൂമിക്കും. കാവഷേയം പുരോധായ തുരകമേധയാ സമന്താൽ പൃഥിവീം സർവാം ജിത്വാ യക്ഷ്യതി ചാത്വരൈഃ. കാവഷേയനായ തുരൻ എന്ന മഹർഷിയെ പുരോഹിതനായി നിശ്ചയിച്ചിട്ട് ഭൂമിയുടെ സർവഭാഗത്തുള്ള രാജാക്കന്മാരെയൊക്കെ ജയിച്ച ശേഷം അശ്വമേധം എന്നുപേരായ യാഗങ്ങൾ കൊണ്ട് ശ്രീഹരിയെ പൂജിക്കും എന്ന് പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.